ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് റെഡ്മി ഇയർബഡ്സ് എസിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. ഇതിന്ന് ഡെലിവർ ആയതേ ഉള്ളൂ. ഇന്നലെ ഓർഡർ ചെയ്തതാണ്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഈ ഹെഡ്ഫോൺ 1799 രൂപയാണ് ഇത്. ഒരു അഫോർഡബിൾ ട്രൂ വയർലെസ് ഹെഡ്ഫോൺ എന്നുള്ള ഒരു രീതിയിലാണ് ഇത് ഇറക്കിയിരിക്കുന്നവർ. നമുക്കിത് ഒന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ പാക്കറ്റ് കണ്ടിട്ട് വലിയ വെയിറ്റ് ഇല്ലാത്ത സാധനമാണെന്ന് തോന്നുന്നു. ഇതാണ് അതിൻ്റെ കേസ്. ചാർജിങ് കേബിൾ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇല്ല, ഇതിൽ മാനുവലും എക്സ്ട്രാ ഇയർ ടിപ്സും മാത്രമേ ഉള്ളൂ. ചാർജിങ് കേബിൾ സെപ്പറേറ്റ് ആയിട്ടില്ല. ഇതിൻ്റെ യൂസർ മാനുവലാണ്. രണ്ട് സെറ്റ് എക്സ്ട്രാ ഇയർ ടിപ്സ് ഉണ്ട്. അത് ഓരോരുത്തരുടെ വലിപ്പം അനുസരിച്ച് വെക്കാവുന്നതാണ്. വെറും ലൈറ്റ് വെയിറ്റ് ആണ് ഈ ബോക്സ്. റെഡ്മി ലോഗോ ഉണ്ട്. ഇതൊരു മൈക്രോ USB ചാർജിങ് പോർട്ടാണ്. ബ്ലൂടൂത്ത് 5. ഇത് രണ്ടും ഒരുമിച്ചും സെപ്പറേറ്റ് ആയിട്ടും യൂസ് ചെയ്യാമെന്നാണ് റെഡ്മിയുടെ അവകാശം. ഈ റെഡ് സ്റ്റിക്കർ കാണുന്നത് നമ്മൾ പൊളിച്ച് കളഞ്ഞാൽ നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കോണ്ടാക്ട് പോയിൻറ്റ്സ് അടച്ചു വെച്ചേക്കുന്നതാണ്. ചുമൽ ലൈറ്റ് കളഞ്ഞത്, അതായത് ഇപ്പോൾ ചാർജിങ് ആണത്. ഇത് വാങ്ങുന്നവരെല്ലാവരും ഇത് സ്റ്റിക്കർ ഒരു കളഞ്ഞിട്ട് വെക്കാൻ നോക്കുക, അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നും. ഞാനിതിപ്പം എൻ്റെ ഐഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ മാനുവൽ ഇതിൻ്റെ കണക്റ്റിംഗ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മൾ ആദ്യം 2 ഇയർബഡ്സും ആ ബോക്സിൽ നിന്ന് വെളിയിലെടുത്ത് വെക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ വെള്ള ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് അത് രണ്ടും സിങ്കായി എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വെള്ള ലൈറ്റ് മിന്നിക്കഴിയുമ്പോൾ മാത്രം നമ്മൾ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യുക, ഫോണിൻ്റെ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാം. ആൻഡ്രോയിഡിലെ കണക്ഷൻ പ്രൊസീജിയേഴ്സും ഇതുപോലൊക്കെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല.
കണക്റ്റഡായി നമുക്ക് കാണാം. ഞാനൊരു പാട്ട് വെച്ച് നോക്കാം. യൂസ് ചെയ്യാത്ത ഫോണാണ്, നോക്കട്ടെ. മ്യൂസിക് പ്ലെയറിൽ എന്തെങ്കിലും ഒരു പാട്ട് കാണും, ഡിഫോൾട്ടായിട്ടുള്ളത്. പ്ലേ ചെയ്യാം. ഓക്കെ. ഓക്കെ, സൗണ്ട് ക്വാളിറ്റി സൂപ്പറാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണെന്നാണ് എൻ്റെ അഭിപ്രായം. സൗണ്ട്സൊക്കെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. അല്ല, വില കൂടിയ ഹെഡ്ഫോണുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഈ ഒരു വിലയ്ക്ക് അക്സെപ്റ്റഡ് ക്വാളിറ്റിയാണ്. നമുക്കൊന്ന് കോൾ വിളിച്ച് എങ്ങനെയുണ്ട് സൗണ്ട് എന്ന് നോക്കാം. കോൾ വോളിയം അത്യാവശ്യം നല്ലപോലെയുണ്ട്. നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക് യു ഫ്രണ്ട്സ്.